Hello guys. ഗാബി നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങിയൊക്കെ ഇരിക്കുകയായിരുന്നു ഗായ്സ്. ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരുന്നു. ഞങ്ങൾ 4 പേരോട് ഒരുങ്ങി എൻ്റെ വീട്ടിലേക്ക് പോവാണ് ഗായ്സ്. അച്ഛനും ഞാനും റാഫിയും എൻ്റെ അപ്പയും അമ്മയായിട്ട് ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് പോവായിരുന്നു. അമ്മ ചേച്ചിയുടെ അടുത്തേക്ക് പോവാണ്. എൻ്റെ ചേച്ചി ദുബായിലൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു നേഴ്സാണ്. അപ്പോൾ അവളുടെ 2 കുഞ്ഞുങ്ങളെയും നോക്കാൻ വേണ്ടി ഒരു 3 മന്ത് വിസിറ്റിംഗ് വിസയിലേക്കാണ് അമ്മ പോകുന്നത്. അപ്പോൾ അമ്മ യാത്ര അയക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളവിടെ ചെന്നത്. അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു 2 പേരും. ഇന്നലെ രാത്രി ഒരുപാട് സന്തോഷത്തിലായിരുന്നു അവിടെ ചെന്നപ്പം. കാരണം ഗ്യാബിക്ക് ചേച്ചി അവിടെ നിന്ന് ദുബായിൽ നിന്നൊരു ബാഗ് കൊടുത്തു വിട്ടു. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷേ ഗ്യാബിക്ക് ഒരു ഇച്ചിരി നേരം പോലും കളിക്കാൻ കൊടുത്തില്ല. അത് ഫുൾ ടൈം റാഫ ഇങ്ങനെ കളിച്ച് കിടക്കുമായിരുന്നു. റാഫ കുറേ നേരം ചോദിച്ചിട്ടൊന്നും കൊടുത്തില്ല. അമ്മ എപ്പോഴും കൊന്ത ചൊല്ലിയിട്ടേ എവിടെയും ഇറങ്ങാറുള്ളൂ. അങ്ങനെ കൊന്തയൊക്കെ കഴിഞ്ഞ് പിള്ളേരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഗ്യാബിയും റാഫയും കുറേ കഥകളൊക്കെ പറഞ്ഞു. നാനി അതൊക്കെ കേട്ടു. നാനി എന്നാണ് ഗ്യാബി റാഫയും വിളിക്കുന്നത്. അതൊക്കെ കേട്ടുകൊണ്ടേയിരുന്നു. കേൾക്കുന്നുണ്ടെങ്കിലും കളിക്കുന്നുണ്ടെങ്കിലും ഒക്കെ നാനിയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. കാരണം നാനിക്ക് ഇവരോട് ഭയങ്കര ഒരു അടുപ്പമാണ്. 2 മക്കളോടും ഭയങ്കര അടുപ്പമാണ്. പിന്നെ വീടൊക്കെ പൂട്ടി ഞങ്ങൾ കാറിലേക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. അപ്പയാണ് സാധനങ്ങളെല്ലാം എടുത്ത് പറക്കി വെക്കുന്നത്. എടുത്തു വെച്ചിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു യാത്രയിലായിരുന്നു. അതുവരെയുള്ള സന്തോഷങ്ങളെല്ലാം പെട്ടെന്നങ്ങ് ഒരു വല്ലാത്തൊരു വിഷമത്തിലേക്ക് പോകുന്നത് പോലെ ആയിരുന്നു. എയർപോർട്ടിലെത്തിയപ്പോഴാണ് നമുക്ക് ഇനി കുറച്ച് നിമിഷങ്ങൾ കൂടി മാത്രമേ ഞാൻ നമ്മുടെ കൂടെ ഉള്ളൂ. ഒരു 3 മാസത്തെ ഗ്യാപ്പെന്ന് പറയുന്നത് എനിക്കും എൻ്റെ മക്കൾക്കും ഒരു വലിയ 30 വർഷത്തെ പോകുന്ന ഒരു തുല്യമാണ്. കാരണം ഞാനിവിടെ നിൽക്കുന്ന അച്ഛൻ്റെ വീട്ടിലാണ്. എൻ്റെ പപ്പയും അമ്മയും വളരെ പാവങ്ങളാണ്, ഭയങ്കര സ്നേഹമുള്ളവരാണ്. എങ്കിൽ പോലും ഇടയ്ക്ക് ഒന്ന് അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുക, അപ്പം നിൽക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ഗ്യാബി ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം ഗ്യാബിയാണ് അമ്മയായിട്ട് ഏറ്റവും അടുപ്പം. ഇവിടുത്തെ അമ്മ ഗ്യാബിനെ ഒരുപാട് നല്ലതുപോലെ നോക്കും. ഭയങ്കര കാര്യമാണ്, ഭയങ്കര സ്നേഹമാണ്. പക്ഷേ എൻ്റെ അമ്മയോട് അവർക്ക് മാനസികമായ വല്ലാത്തൊരടുപ്പമാണ്. അമ്മ പോകുന്നത് കണ്ടപ്പോൾ, ഗ്യാബി കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒന്നുകൂടി കരച്ചിൽ വന്നു. ഞാൻ ഇടയ്ക്കൊക്കെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ഇങ്ങനെ എനിക്കിഷ്ടമുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കും. ഇനി ഇടയ്ക്ക് എപ്പോഴാണ് കിട്ടുന്നത്, 3 മാസം വരെ ചേച്ചിയുടെ അടുത്താണ്. അതൊന്നും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാനായിട്ട് കുറച്ച് സമയം എടുക്കാമായിരിക്കും. എൻ്റെ അമ്മ പോകുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് വിഷമമുണ്ട്. അമ്മയും വളരെ പേടിച്ചിട്ടാണ് കയറി പോകുന്നത്. എൻ്റെ ഒരു വിഷമം എന്നെ കാണണമെന്നില്ല. എൻ്റെ ഫോൺ വിളിക്കുമ്പോൾ എൻ്റെ സൗണ്ടൊന്ന് മാറിയ, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഒന്ന് മാറിയ പെട്ടെന്ന് എൻ്റെ അമ്മ അത് മനസ്സിലാക്കും. പിന്നീട് ഇങ്ങനെയാണ് എല്ലാ ദിവസവും സ്കൂളിൽ രാവിലെ തൊട്ട് വൈകുന്നേരം നമ്മളൊരു വർക്കിംഗ് മദർ ആകുമ്പോൾ നമുക്കറിയാം എന്തോരം സ്കൂളിൽ വർക്ക് അറ്റ്മോസ്ഫിയറിൽ കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ എന്തോരം ടയേർഡാവും. തിരിച്ചു വരുമ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളുണ്ടാവും, ട്യൂഷൻ എടുക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവും. അപ്പോഴെല്ലാം ഇങ്ങനെ ഞാൻ വരുന്നത് നോക്കി എൻ്റെ അമ്മ ഇങ്ങനെ കാത്തിരിക്കും. അവിടെ ആയിരിക്കുന്ന ദിവസങ്ങളെല്ലാം എനിക്കിഷ്ടമുള്ള ആഹാരം എന്താണ്, എൻ്റെ ടേസ്റ്റ് എന്താണ്, എൻ്റെ രുചികൾ എന്താണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്തൊക്കെയാണ്, ഇതെല്ലാം അറിഞ്ഞ് തരുന്ന ഒരാളാണ്. ഇനി അമ്മയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ബൈ.